ഹായ്, വെൽക്കം ടു ഷെയ്ർ എക്സ്പ്ലെയിൻസ്. ഖത്തറിൽ 2026 യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറയുന്നത്. ഒരു മാസത്തേക്ക് പോകുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അവിടെ വെക്കേഷൻ ടൈമാണ്. അപ്പം അവിടെയുള്ള പ്രവാസികൾ കുടുംബത്തോടു കൂടെ നാട്ടിലേക്ക് വരുന്ന സമയത്തുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ടിക്കറ്റ് റേറ്റിന് കുറവ് വരും. ഇനി അവിടെ തന്നെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരോടൊപ്പം വെക്കേഷൻ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. സോ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പം ഒരു 30,000 അല്ലെങ്കിൽ ഒരു 25,000 ആ റേഞ്ചിൽ ആണ് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റുകൾ വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, അതേപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം എല്ലാ സമയത്തും ആ ഒരു സർവീസ് അവൈലബിൾ അല്ല. ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്താണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രാവൽ ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ശരിയാക്കി തരുന്നതിനുള്ള കൺസൾട്ടൻസി ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 500 രൂപയ്ക്ക് മുഴുവനായിട്ടും വിസ പ്രോസസ്സിങ് മാത്രമാണ് വേണ്ടതെങ്കിൽ 250 രൂപയ്ക്കും നമുക്ക് ചെയ്തു തരാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതേപോലെ തന്നെ അത് എത്രത്തോളം കൃത്യതയുള്ളതായിരിക്കണം എന്ന് തുടങ്ങി എല്ലാവിധത്തിലുള്ള ഹെൽപ്പും ഈ ഒരു കൺസൾട്ടൻസി സർവീസിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ ഇവിടെ നൽകുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിസയുടെ ഫോർമാലിറ്റീസാണ് പറഞ്ഞു തരുന്നത്. എന്തൊക്കെ രേഖകൾ വേണം, നമുക്ക് വിസ അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റ് വഴിയാണ് തുടങ്ങിയ ഒരു ചെറിയൊരു വിവരം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 2 വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആ വീഡിയോ ചെയ്തത്. സോ ഒരു അപ്ഡേറ്റ് ഈ ഒരു വീഡിയോക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നി. എന്തൊക്കെയാണ് 2026 മാറ്റങ്ങളുള്ളത് എന്ന് നോക്കാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണാം. സ്ക്രീനിൽ ഞാൻ ക്രോം എടുത്ത് വെച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഹയ പോർട്ടലാണ്. ഈ ഒരു ചുവന്ന ഇമേജ് കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ കാണാം. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളുടെ മെയിൽ ID, അതേപോലെ തന്നെ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും, മൊബൈൽ നമ്പർ വേണ്ടതായിട്ട് വരും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ID കിട്ടും, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇതിൽ എല്ലാ വിസകളെ കുറിച്ചിട്ടും ഉള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമ്മുടെ A1 വിസയാണ്. A1 വിസയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് A1 വിസ വേണ്ടത്, ടൂറിസ്റ്റ് A1 വിസയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് പാസ്പോർട്ട് വേണം. ആ പാസ്പോർട്ടിന് മിനിമം 3 മാസം ഡേറ്റെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഖത്തറിലെത്തുന്ന സമയത്തിന് ശേഷം 3 മാസം കൂടുതൽ എക്സ്പയറി ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഒരു പ്രൂഫ് വേണം. അത് എത്ര ദിവസമാണോ നിൽക്കുന്നത് അത്രയും നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയോ അല്ല ഫ്രണ്ട്സോ അവരുടെ റെസിഡൻസിലേക്ക്, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫോ വേണം. അത് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു കോപ്പി കൂടി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി വേണ്ടത് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന ടിക്കറ്റ് മാത്രം പോരാ. ഇവിടെ നിന്ന് തന്നെ ഇമിഗ്രേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെയും പരിശോധിച്ചിട്ട് അങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് വരെ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയുണ്ടാകും. സോ രേഖകളെല്ലാം കൃത്യമായിട്ട് തന്നെ ആക്കി പോവാം. പിന്നെ ഈ വിസയാണ്, അതിൻ്റെ ഒരു കോപ്പി എടുത്തേക്ക് അല്ലെങ്കിൽ മൊബൈലിൽ കാണിച്ചാലും മതിയാവും. സോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ ആളുകളും ചോദിക്കുന്നതുകൊണ്ട് അവർ തന്നെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡു ഐ ഹാവ് ടു പ്രൊവൈഡ് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ? തീർച്ചയായിട്ടും പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ചിലപ്പം നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ്, അല്ലെങ്കിൽ ആരുടേതാണോ റെസിഡൻസിൽ പോകുന്നത് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ലെറ്ററോ അല്ലെങ്കിൽ അവരുടെ റെസിഡൻസിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ഇനി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 18 വയസ്സിനുള്ള താഴെയുള്ളത് ഡിപ്പെൻഡൻസ് എന്നാണത്. നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം, A1 വിസയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. മൈ ഹയയിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വിസ കിട്ടിക്കഴിഞ്ഞാൽ മൈ ഹയ എന്നുള്ളൊരു ഇത് കിട്ടും. ഇതിൽ മാനേജ് ഡിപ്പെൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഈ ഒരു ഓപ്ഷനിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് വിസ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ ID വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയും. മറ്റുള്ളവരുടെ ID എനിക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാൻ വേണ്ടി കഴിയാത്തതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. അപ്പോൾ അപ്ലൈ ഫോർ എ ന്യൂ ഹയ വിസ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹയ പോർട്ടലിൽ ഇവിടെ തന്നെ സ്റ്റാർട്ട് ഹിയർ എന്നുള്ള സ്ലൈഡ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈയിങ് ടു ഖത്തർ എന്ന് ക്ലിക്ക് ചെയ്യാൻ കഴിയും. അവിടെ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ വരും. ഡു യു ഹാവ് എ വൗച്ചർ, പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. GCC റെസിഡൻ്റ് ആണോ? അല്ല. ചെങ്കൻ വിസ ഉണ്ടോ? അതുമില്ല. അപ്പം കൺഫേം കൊടുക്കുക. ടൂറിസ്റ്റ് ഏവൻ വിസ എലിജിബിൾ ആണ്, അതേപോലെ തന്നെ റെക്കമെൻഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ഏവൻ വിസ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകുന്ന പ്രൊസീജിയറാണ്, നിങ്ങൾക്ക് അത്യാവശ്യം വിവരം ഉണ്ടെങ്കിൽ. അപ്പം സ്റ്റാർട്ട് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആദ്യം ഇവിടെയൊക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ടായ ടൂറിസ്റ്റ് ഏവൻ വിസ, പർപ്പസ് ഓഫ് വിസിറ്റ് ഉണ്ടാവും, എന്തിനാണോ എന്താവശ്യമാണോ. ലെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പം നെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടിൻ്റെ ആദ്യം ഒരു പേഴ്സണൽ ഫോട്ടോ കൊടുക്കണം. ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 70 to 80% നമ്മളുടെ ഫീസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. സ്റ്റുഡിയോ എന്നെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതിയാവും. അപ്പം അതിൽ നമ്മുടെ ഷോൾഡർ 2 ഭാഗത്തും കാണണം, അതേപോലെ തന്നെ നമ്മുടെ ചെവി കൃത്യമായിട്ട് കാണണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഫയൽ സൈസ് 2 MB കൂടാനും പാടില്ല. അപ്പം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കൃത്യമാണെങ്കിൽ അതിൽ വരും. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പാസ്പോർട്ട് സൈസ്, പാസ്പോർട്ടിൻ്റെ ടൈപ്പ് നോക്കണം. നമ്മൾ നോർമൽ പാസ്പോർട്ടാണെങ്കിൽ നോർമൽ കൊടുക്കുക. ഓക്കെ, പാസ്പോർട്ടിൻ്റെ പിക്ചർ ഇവിടെ നിങ്ങൾക്ക് ഒരു പാംപ്ലെറ്റ് PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണും. ഇന്ത്യ പാസ്പോർട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിൽ ഓരോ കേസുകളുണ്ട്, 4-5 കേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിൽ എത്ര നെയിം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇത് നോക്കിയിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിലപ്പം നിങ്ങൾക്ക് ഒരു നെയിം ഉണ്ടാവും, ചിലപ്പം ഗിവൺ നെയിം 2 ഉണ്ടാവും. ഓക്കെ, ഉദാഹരണത്തിന് സാരവ്വീർ റോഹൻ 3 ഗിവൺ നെയിമും മറ്റൊരു സർനെയിമും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അങ്ങനെ പല ടൈപ്പുകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ വ്യത്യാസമുണ്ട്. അതിനുള്ള ഗൈഡ് ലൈന് ഈ ഒരു PDF നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. ഇതെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, എക്സ്പയറി, ഇഷ്യൂയിങ് കൺട്രി, നാഷണാലിറ്റി ഒക്കെയും ഇതിൽ വരും. പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒക്കെയും അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇതിന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്പോർട്ടിലുള്ളത് പോലെയല്ല വന്നതെങ്കിൽ നിങ്ങൾ മാറ്റൊന്നും വേണ്ട, അത് അതോറിറ്റീസ് മാറ്റിക്കോളും. പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഇന്ത്യയിലുള്ള ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പർ അത് നിങ്ങൾ നൽകുക. അതിനുശേഷം വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അടുത്തത് പേഴ്സണൽ ഇൻഫർമേഷനാണ്. റെസിഡൻസി ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. റെസിഡൻസി ഇൻഫർമേഷൻ, കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ, കൺട്രി ഓഫ് റെസിഡൻസി ഇന്ത്യ, ഡു യു ഹാവ് അതർ പ്രീവിയസ് നാഷണാലിറ്റി ഇല്ല എന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. യു ആർ ഹോസ്റ്റഡ്, എനിക്ക് ഓൾറെഡി ഹോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബുക്ക്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ എൻ്റർ ദി നെയിം ഓഫ് സ്റ്റേ, എക്സാമ്പിൾ ഹോട്ടൽ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഹോട്ടൽ നെയിം കൊടുക്കാം. ഹോസ്റ്റഡ് ബൈ എ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. അതിന് ശേഷം റിവ്യൂ യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, റെസിഡൻസ് ഇൻഫർമേഷൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, ഞാൻ ഈ ഒരു സ്റ്റെപ്പോട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും അത് ഇവർക്ക് ഉണ്ടാകാറില്ല. 100 റിയാൽ, ഖത്തർ റിയാൽ കാണിക്കാറുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അധികം നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരാറില്ല. സോ ഞാൻ ഇത്രയുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെറും വിസ ഉണ്ടായാൽ മാത്രം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഈ ഒരു സർവീസ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സർവീസ് നമുക്ക് 250 രൂപയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അതിൻ്റെ സ്കാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേണ്ടവർക്ക് ഈ വാട്സപ്പിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ്. ഇപ്പോൾ അത് എത്രത്തോളം ചെയ്തു തരാൻ കഴിയുമെന്ന് അറിയില്ല. സോ ആദ്യം അയക്കുന്ന ആളുകൾക്ക് ആ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണം. അതും ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ കോൺടാക്റ്റ് ചെയ്തോളി. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.